ഹായ്. അപ്പോൾ നമ്മൾ ദേ അമ്പലപ്പാടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാവടിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അവർക്ക്. അത്രയും സന്തോഷമാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാതിരുന്നപ്പോൾ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതാണ്ടോ നമ്മുടെ അമ്പലത്തിലേക്ക് ഉത്സവം വന്ന് കയറിയതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത്. കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും അതുപോലെ അപ്പുറത്ത് നമ്മുടെ കാവടിയാട്ടം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കരടിയുടെ ആട്ടമുണ്ട്. എല്ലാ ആട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ എന്താ നല്ല രസമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയിരിക്കുന്നതാണ്. വീഡിയോസ് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഇട്ടിരിക്കുന്നതാണ്. കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത്രയും സ്പീഡൊന്നുമില്ല, ഞാനങ്ങനെ ഇട്ടതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും ആ സൈഡിലിങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തമ്പൂരും ഡാൻസ് കളിക്കുന്നുണ്ട്. കരടിക്കുട്ടന്മാരും അതൊക്കെയുണ്ട്. കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട്. അമ്പലപ്പാടം ഫുള്ള് തിരക്കും ബഹളവും ഒക്കെ ആയി. നേരത്തെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിരുന്നതാണ്. ഇപ്പോൾ കണ്ടോ നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ഒരു തമ്പൂരും കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ വരുന്നൊരു ഉത്സവം നല്ലൊരു സന്തോഷമാണല്ലോ എല്ലാവർക്കും. എന്ന് വെച്ചാൽ നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ മുതലേ കണ്ടുവന്നിരിക്കുന്ന ഉത്സവമാണ് ഇതൊക്കെ. ഈ ഒരു ഉത്സവം കഴിഞ്ഞ വട്ടം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഈ ഒരു വട്ടം ഞാൻ ഫസ്റ്റ് ഉത്സവ തുടക്കം മുതലേ കാണാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടോ അത് കഴിഞ്ഞ് അമ്പലത്തിലോട്ട് ആന വന്ന് തിടമ്പേറ്റുന്ന ഒരു പരിപാടിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. തിടമ്പേറ്റി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ ശാന്തി വന്നിട്ട് പൂജിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റ് 4 ആന കൂടിയുണ്ട്. ഇത് തിടമ്പേറ്റുന്ന ആന. അതുകൂടാതെ മറ്റ് 4 ആനകൾ കൂടിയുണ്ട്. അവരും തിടമ്പേറ്റി കഴിഞ്ഞിട്ട് അമ്പലത്തിന് ചുറ്റും വലം വെക്കും. പൂജ കഴിഞ്ഞിട്ട് വലം വെച്ചിട്ടാണ് നമ്മളിനി ആനപ്പന്തലിലോട്ട് കയറുന്നത്. ആനപ്പന്തലിലോട്ട് കയറിയതിന് ശേഷം ഉത്സവം അങ്ങോട്ട് തുടങ്ങുകയാണ്. പകൽപ്പൂരം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ കണ്ടോ നമ്മുടെ ഭഗവതി തിടമ്പേറ്റി നിൽക്കുന്നിടത്ത് ഭഗവതിയുടെ തിടമ്പേറ്റി ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറണ്ടെന്ന് വെച്ചാൽ നമ്മുടെ തിടമ്പേറ്റി ആനനെ തൊഴുതാൽ തന്നെ നമ്മുടെ ഭഗവതിനെ നമുക്ക് നേരിട്ട് കാണാം. നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിലെന്താ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ളത്. നല്ല രസമാണ് കാണാനായിട്ട്. ഉത്സവം വന്ന് കയറി കണ്ടോ ആനപ്പന്തലിലോട്ട് നിരന്ന് ഇനി നമ്മളുടെ പകൽപ്പൂരം അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. പകൽപ്പൂരം തുടങ്ങുന്നതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് ഉത്സവം കാണാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഇയർ ജാനുവരി 1 ആയിരുന്നു നമ്മൾ ഉത്സവം ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത്ര ഹാപ്പി. ഡിസംബർ അല്ല സോറി ജാനുവരി 1 എനിക്ക് ഭയങ്കര ഷോക്കുമായിരുന്നു. ഭയങ്കര ഷോക്കെന്ന് വെച്ചാൽ ആകെ ഡിപ്രഷൻ അടിച്ച് ഭയങ്കര തലമത്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒരു ന്യൂ ഇയർ ഞാൻ ശരിക്കും ആഘോഷിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഞാനും തമ്പുരും കൂടി അമ്പലത്തിലൊക്കെ പോയി ഒത്തിരി ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ